ഇതിൽ നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ച് നമ്മൾ ആദ്യം വിലയിരുത്തുന്ന സമയത്തൊക്കെ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ പരാജയപ്പെടുന്നു എന്ന രീതിയിലടക്കം തുടക്കത്തിൽ നമ്മൾ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ യഥാർത്ഥത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെത്ത് ഓവറുകളിൽ അവരെറിഞ്ഞ ഓവറുകളാണ് ശരിക്കും കളി തിരികെ പിടിച്ചത്, അവർക്ക് കൊണ്ടുതന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അഭിഷേക് ശർമ്മ ഫോമിലെത്തിയൊരു മത്സരം, 100 ക്ലാസ്സിൽ 50 അടിച്ചൊരു മത്സരം, അവരെക്കാൾ ഈശാൻ മലിംഗയും അതുപോലെ തന്നെ സാക്കിബ് അങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ മറ്റേ നിതീഷ് കുമാർ റെഡ്ഡി എടുത്തു വരേണ്ടത്. നിതീഷ് കുമാർ റെഡ്ഡി, അതെ, ഹിംഗേക്ക് അടിട്ടി. ഹിംഗെ കഴിഞ്ഞ കളിയിലെ ഹീറോ ആയിരുന്നു. പക്ഷെ അപ്പോഴും 20ാമത്തെ ഓവർ എറിയാൻ വേണ്ടി ഹിംഗയാണ് വരുന്നത്. ഓവർടൺ ക്രീസിലുണ്ട്, എന്നിട്ടും അയാൾ ആ ഓവർ പിടിച്ചെറിഞ്ഞു എന്നുള്ളൊരു റിയാലിറ്റിയാണ്. ആ ഓവറിൽ ഒരു ഫ്രീ ഹിറ്റ് അടക്കം കൊടുക്കുന്നുണ്ട്. അപ്പോഴും ചെന്നൈക്ക് ഓപ്പർച്യൂണിറ്റി ആയി കിടക്കുന്നുണ്ട്. കാരണം തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ ഡേവിഡ് മില്ലർ ഒരു ലാസ്റ്റ് ഓവർ ത്രില്ലറിൽ കളി ജയിപ്പിച്ചിട്ടേ ഉള്ളൂ. ഓവർടൺ അതിന് പറ്റിയൊരു മനുഷ്യനാണ്, അയാളെ കൊണ്ട് കഴിയുന്നൊരു സാധനമാണ്. കാമ്പോജ് ഒരു 6 അടിച്ച്. അതെ, ശിവം ദൂബയുടെ ഫോം നമ്മളധികം ചർച്ച ചെയ്യാറില്ല. അദ്ദേഹത്തിന് ഫീൽഡിൽ അവിടെ പിഴവുകൾ സംഭവിച്ചിരുന്നു, ഇവിടെയും ഫീൽഡിൽ നന്നായി പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ ഒരു ക്യാച്ച് മിസ്സാക്കുന്നുണ്ട്, ഒരു സിമ്പിൾ ക്യാച്ച് മിസ്സാക്കുന്നുണ്ട്. നൂർ അഹമ്മദിന് വിക്കറ്റ് കിട്ടുന്നില്ല നമ്മൾ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഹോളിലാണ് ഈ ക്യാച്ചുകളൊക്കെ മിസ്സാക്കുന്നത്. ആലോചിക്കണം. അതെ, എന്നിട്ടാണ് ഓവർടൺ അഭിഷേകിനെ പുറത്താക്കുന്നത്. അതും സഞ്ജുവിന്റെ ആ റിവ്യൂ, അമ്പയർ കോൾ പോലും അല്ല, സഞ്ജു റിവ്യൂ എടുത്തിട്ടാണ് അഭിഷേകിനെ കിട്ടുന്നത്. അതെ അതെ. എന്നിട്ടും പിന്നെ ക്ലാസൻ പയ്യെ പോക്കാണെന്ന് നമ്മൾ പറയുന്നു. ക്ലാസൻ ഇന്നലെയും ഏറെക്കുറെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇന്നലെയാണ് അദ്ദേഹം കുറച്ചുകൂടി സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിയത്. കാരണം നൂർ അഹമ്മദിനെ അദ്ദേഹം ക്ലാസൻ ഒരു ഘട്ടത്തിൽ അടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അടിച്ചൊരു 50-ൽ 24-ലധികം റൺസും അദ്ദേഹം നൂർ അഹമ്മദിനെതിരെ അടിച്ചേക്കുന്നത്. അവരുടെ പിന്നെ പ്രധാനപ്പെട്ട ബോളർ നൂർ അഹമ്മദിനെതിരെ അടിച്ചേക്കുന്നത്. ഷോട്ടിന് യഥാർത്ഥത്തിൽ ഇവർ ബോളിംഗ് ഓപ്ഷൻ ആയിട്ടാണോ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും 2 ലെഫ്റ്റീസാണ്. അവർ ഓപ്പൺ ചെയ്യുന്നു. ആ പവർ പ്ലേയിൽ 2 ഓവർ ഷോട്ടിന് കൊടുക്കുന്നുണ്ട് ഗെയ്ക്വാദ്. ആദ്യത്തെ 2 ഓവർ പിടിച്ചറിയുന്നുണ്ട്. പക്ഷേ ഗെയ്ക്വാദ്, ഈ ലെഫ്റ്റിയായി ഗെയ്ക്വാദ് പവർ പ്ലേയിൽ 3ാമത്തെ ഓവർ വീണ്ടും ഗെയ്ക്വാദ് എടുത്തിട്ട് പിന്നെ ഷോട്ടിന് കൊടുക്കുന്ന സമയത്ത് ആ ഓവറിലാണ് അഭിഷേക് ഫിഫ്റ്റി അടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 14, അതെ, ആ ഓവറിൽ 26 റൺസ്, 10 ബോളിൽ 14 20, അങ്ങനെ വളരെ ബോൾ പെർ റൺസ് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരൊറ്റ ഘട്ടത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കണ്ടത്. എന്നിട്ട് ആ ഓവറിലാണ് 15 ബോളിൽ 50 അടിക്കുന്ന അഭിഷേക്. അതോടെ അവർ ട്രാക്കിലാവുന്നു. പക്ഷെ അപ്പോഴും ചെന്നൈയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡെത്ത് ഓവറുകൾ നന്നായി പിടിച്ചറിയുന്നു. പ്രത്യേകിച്ച് അൻഷുൽ കാംബോജിന്റെ ഒക്കെ പ്രകടനങ്ങൾ സമീപകാലം നമ്മൾ എടുത്ത് പറഞ്ഞേ മതിയാവും. അവർ പ്രീ സീസണിൽ ശരിക്കും അൻഷുൽ കാംബോജിന്റെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. ഡെത്ത് ഓവറിൽ ചെന്നൈയും പിടിച്ചറിഞ്ഞുകൊണ്ടാണ് ആ സ്കോർ 200 മുകളിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ കുറേ കാലമായിട്ട് ഒരു 4-5 വർഷമായി കൊണ്ട് CSK അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂകളിലൊന്നാണ് ചേസിംഗ് എന്ന് പറയുന്നത്. ഒരു 8 വർഷത്തോളമായി അവർ 200+ സ്കോർ ചേസ് ചെയ്തിട്ടില്ല. 2024 മുതൽ അവർ 16 ചേസിങ്ങിൻ്റെ സമയത്ത് 6 മത്സരങ്ങളാണ് ജയിച്ചിട്ടുള്ളതെന്ന് ഓർക്കണം. 2020 മുതൽ ഇത് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 175+ സ്കോർ അവർ 1-2 തവണ അവർക്ക് ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. 18-ൽ 16 തവണയും അവർ തോൽക്കുകയാണ് ചെയ്തത്.